അപ്പം ഞാനാണെന്ന് പിന്നെ ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിട്ട് അപ്പം നോക്കുകയാണെന്ന് വെച്ചാൽ ഞാനുണ്ടായിരുന്നു, പിന്നെ വൈബിൻ്റെ അക്കൗണ്ട് നമ്മുടെ അളിയനുണ്ടായിരുന്നു. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഡുവോ ബിയർ മാച്ചൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ അർസനലൊക്കെ ഉണ്ടായിരുന്നു. അർസനൽ വന്ന് ഇറങ്ങിയപ്പോൾ 2 പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഒന്ന് പോട്ടെ, നമുക്കതിന് AW ബാങ്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ തിരിച്ച് അവർ പോയെന്ന് വിചാരിച്ച് അങ്ങ് ഓടിപ്പോയതായിരുന്നു. ബട്ട് അവർ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങ് പെട്ട അവസ്ഥയായി. അവരാണെന്ന് വെച്ചാൽ നമ്മളെ ഞങ്ങൾ സ്പോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ 2 പ്ലേയേഴ്സും കൂട്ടാണ് ചെന്നങ്ങ് നോക്കൊക്കെ ആക്കിയായിരുന്നു. പിന്നെ അതൊന്നുമില്ല, അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുത്തം പട്ടി ഷോ അങ്ങ് ലോലിമോട്ടും പിന്നെ അതിൻ്റെ ടീമേറ്റ് അങ്ങ് ഇമോട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനുള്ളത് അങ്ങ് തിരിച്ച് കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഞാനാണെന്ന് അപ്പം തന്നെ അളിയൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ ഡുവോനെ അങ്ങ് വൈപ്പാക്കണം, എന്നിട്ട് നമുക്ക് തിരിച്ചങ്ങ് ഇമോട്ടൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അളിയനാണെന്ന് വെച്ചാൽ റിവ്യൂ ഒക്കെ അടിച്ച് വിട്ടായിരുന്നു. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ അവൻ വണ്ടി എടുത്തു വന്നിട്ടാണെന്ന് വെച്ചാൽ എന്നെ ഇങ്ങോട്ട് ആക്കി തന്നു. ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഡുവോനെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചങ്ങ് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഡുവോനെ അങ്ങ് സ്പോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡാമേജ് കൊടുക്കണേക്കും ആ പ്ലെയർ ആണെന്ന് പിന്നെ നോക്കാക്കിയായിരുന്നു. അപ്പോൾ അളിയെന്ന് പറഞ്ഞാൽ ഗ്ലൂവാളൊക്കെ റിവ്യൂ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നല്ലൊരു പൊസിഷൻ പിടിക്കുക, അവിടെ നിന്ന് മാറാന്നൊക്കെ വെച്ച് ഈ പാറയുടെ ബാക്കിൽ വന്നപ്പോൾ തന്നെ അതിൻ്റെ ടീമേറ്റ് ഒരുത്തിനെ കണ്ടായിരുന്നു. അപ്പോൾ അവനാണെന്ന് ഒരു 138 കൊടുത്തായിരുന്നു. പിന്നെ ടീമേറ്റിന് ഡാമേജ് കൊടുക്കാന്നൊക്കെ വെച്ചാൽ ടീമേറ്റ് നോക്കുകയാണെന്ന് കയറി പോയിട്ടാണ് ഒരു ഷോട്ടൊക്കെ അങ്ങ് കൊടുത്തിട്ടൊക്കെ 2 പ്ലേസിന് ഡാമേജ് കൊടുത്തതല്ലേ. ഞാനാണെന്ന് അളിയൻ്റെ അടുത്ത് അങ്ങ് റഷ്യാക്കി അടിച്ചോ എന്നൊക്കെ പറഞ്ഞു. അവനാണെന്ന് കയറി പോയിട്ട് 2 പ്ലേസിനടിച്ച് നോക്കാക്കിയായിരുന്നു. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഡുവോൻ അങ്ങ് വൈപ്പാക്കിയിട്ടാണെന്ന് വെച്ചാൽ ആ പ്ലേസിനെ അങ്ങ് തീർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് റിമോട്ട് ഇടാന്നൊക്കെ വെച്ചാൽ ഞാനാണെന്ന് കയറി പോയിട്ടാണ് ഒരു ഫ്ലാഗ് കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലോലിമോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബിമാ സ്ട്രിപ്പ് ഭാഗത്തേക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ സ്പോട്ട് ആക്കിയായിരുന്നു. അളിയൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്ലെയർ. അപ്പോൾ തന്നെ ആ പ്ലെയറിനെ അടിച്ച് കൊന്നിട്ടാണ് അതിന് ഡുവോൻ അങ്ങ് വൈപ്പാക്കി വിട്ടിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ കയറി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്തൊരു പ്ലെയറിനെ സ്പോട്ട് ആക്കിയായിരുന്നു. അപ്പോൾ 150 ഫസ്റ്റ് ടൈം കൊടുത്ത് പിന്നെ കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ നോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് സബ്സ്ക്രൈബ് അടിച്ച് നമ്മുടെ കൂടെ നിൽക്കാൻ മറക്കണ്ട. റോഡ് ടു 10K ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ സബ് കൂടി വേണം 10K ഒക്കെ അടിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ മച്ചന്മാരും സബ്സ്ക്രൈബ് അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 10K ഒക്കെ അടിക്കായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുത്തങ്ങ് പറന്നിറങ്ങണ്ടായിരുന്നു, ആ പ്ലെയറിനെ അങ്ങ് അടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2v2 സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവനെന്ന് പറഞ്ഞ് മോൺസ്റ്ററൊക്കെ എടുത്ത് വന്നിട്ടാണ് ചെന്നങ്ങ് അടിച്ച് സോണിക്ക് ഇട്ടിട്ടാണ് ചെന്നങ്ങ് കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു മെഷീൻ നമ്മളോട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിൽ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കളി നമ്മൾ തന്നെ ബൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിച്ചപ്പോൾ ശരിയെന്നോ.